അങ്ങനെ ഒരു വിഷുക്കാലം കൂടെ കഴിഞ്ഞു പോയി. നോക്കിയാൽ സിറ്റ് ഔട്ട് കാലിയാണ്. 2 വർഷം മുമ്പ് സിറ്റ് ഔട്ടിൽ 2 ആൾക്കാർ നമ്മൾ വിഷു സെലിബ്രേഷനൊക്കെ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയും. 2 പേരും ഇന്നില്ല, ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ജീവിതം അങ്ങനെയാണല്ലോ, എല്ലാവരും എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയും വിഷു കൈ നീട്ടം തരും എല്ലാവർക്കും. 2 പേരും ഇങ്ങനെ ഇരിക്കും, വിഷു കൈ നീട്ടമായിരിക്കും, ചിലപ്പോൾ അത് കോയിനായിരിക്കും, ചിലപ്പോൾ നാണയമായിരിക്കും, പൈസ ആയിരിക്കും. വിഷു കൈ നീട്ടം സാധാരണ പോലെ. അപ്പോൾ നമ്മൾ വിഷു കൈ നീട്ടമൊക്കെ മേടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി, അതൊക്കെ ഒരു കാലം. അപ്പം അങ്ങനത്തെ കാലങ്ങളൊക്കെ നമുക്ക് ആ ഒരേ സമയത്ത് നമ്മൾക്കുള്ള അനുഭവങ്ങൾ അതങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യണം. കബീർദാസ് പറഞ്ഞ പോലെ കാല് കരേ സോ ആജ് കരേ സോ പൽ മേ പ്രളയായേക ബഹുരി കരേക കബ്. അതായത് നമ്മൾക്ക് ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യാൻ. നാളെ ചെയ്യേണ്ടത് പിന്നെ ചെയ്യാൻ പറഞ്ഞാൽ നാളെ നീളെ അത് ഗണപതിയുടെ കല്യാണം പോലെ എന്ന് പറയും. അപ്പം നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ആ സെക്കൻഡിൽ ചെയ്യുക, നാളേക്കിടരുത്. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാൻ പറ്റും. ഇപ്പോൾ ഏത് മൊമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത് ആ മൊമെൻറ്റിൽ വേണ്ടി ജീവിക്കുക. അല്ലാണ്ട് അത് നാളെ ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാളെ നമ്മളുണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന അവരുണ്ടാവില്ല. അപ്പോൾ ഓരോ മൊമെൻറ്റും നമ്മൾ ജീവിക്കുക. നമ്മുടെ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതുപോലെ ജീവിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് ആ സെക്കൻഡിൽ ചെയ്യുക. പിന്നേക്ക് നാളെ ചെയ്യുക, മറ്റന്നാൾ ചെയ്യുക എന്നൊന്നും പറഞ്ഞ് ഇരിക്കരുത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരേ സെലിബ്രേഷൻസും ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.